ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇത് വന്നിട്ടുള്ളത് ഒരു അടേൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഗോതമ്പത്തിൻ്റെ ഓട്ടടയാണ് ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 4 ഏലക്ക എടുത്തിട്ടുണ്ട്, അതുപോലെ 4 വെല്ലം എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയിൽ നിന്ന്. ശർക്കര, പിന്നെ വേണ്ടത് ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഈ മാവൊന്ന് കുഴച്ചെടുക്കാം. ഞാൻ ഇവിടെ ആവശ്യത്തിന് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര അട ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കുഴച്ചെടുക്കാം. ഇപ്പോൾ സാധാരണ പച്ചവെള്ളം യൂസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ കുഴച്ചെടുക്കുന്നത്. സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഒരു ലൂസിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ലൂസിലാണ് വേണ്ടത്. ഇപ്പോൾ പരത്തിയെടുക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പരത്താൻ പറ്റും. അടുത്ത ഇതിൻ്റെ ഫില്ലിംഗ് ഒന്ന് എല്ലാം കൂടെ മിക്സാക്കി എടുക്കാം. തേങ്ങയും അതുപോലെ ആവശ്യത്തിനുള്ള ശർക്കര കൂടെ ചേർത്ത് കൊടുക്കാം. ഞങ്ങളുടെ നാട്ടിലൊക്കെ വെള്ളം എന്നാണ് പറയുന്നത്. അപ്പോൾ ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം കുറച്ചെടുത്ത് ഒന്ന് മിക്സാക്കിയതിന് ശേഷം അപ്പോൾ വേണമെങ്കിൽ മാത്രം ബാക്കിയുള്ളതും കൂടെ എടുത്ത് മിക്സാക്കി എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു വെള്ളവും തേങ്ങയും കൂടെ നന്നായി മിക്സ് ആകുന്നത് വരെ ഇതുപോലെ നന്നായി കുഴച്ചെടുക്കുക. അതിന് ശേഷം അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഏലക്ക ഒന്ന് പൊടിച്ചതിന് ശേഷം അതിൻ്റെ തൊലി മാറ്റി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒന്നുകൂടെ ഒന്ന് ഒരു സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടുത്ത സ്റ്റെപ്പ്, ഇതുപോലെ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കയ്യിൽ ഇതുപോലെ അധികം ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ടാവില്ല. ഇതുപോലെ ഈ ഒരു സൈസിൽ ഗോതമ്പത്തിൻ്റെ മാവ് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നന്നായി ഒന്ന് കട്ടി കുറഞ്ഞൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ മാവ് നല്ലോണം കട്ടി കുറഞ്ഞിട്ടാണ് പരത്തിയെടുക്കുന്നത്. ഓട്ടുകല്ലിൽ ചുട്ടെടുക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് കട്ടിയാൽ ഉള്ളിലൊക്കെ വേവാതിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പരത്തിയ മാവിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം സാധാരണ നമ്മൾ അടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ശേഷം സൈഡിലൊക്കെ ഇതുപോലെ ഒന്ന് ചെറുതായി പ്രസ് ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഓട്ടുകല്ല് കുറച്ച് നേരത്തെ ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ പരത്തി വെച്ച അടയൊക്കെ ഇതുപോലെ ഒന്ന് വെച്ച് ചുട്ടെടുക്കാം. അധികം ഫ്ലെയിം കൂട്ടി വെക്കാൻ പാടില്ല, പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു സൈഡിൽ റെഡി വന്നാൽ തിരിച്ചും ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ 1-2 പ്രാവശ്യം തിരിച്ച് മറിച്ചിട്ട് ഇതുപോലെ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഓട്ടുകല്ലിൽ ചുട്ടെടുക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ്. സാധാരണ അടയൊക്കെ ആവിയിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കാറ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓട്ടട ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഈ ഒരു ഓട്ടുകല്ലില്ലെങ്കിൽ നിങ്ങൾ ഫ്രൈ പാനിലും ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഏകദേശം ഒരു സെയിം ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങൾ കമൻസൊക്കെ അറിയിക്കാൻ മറക്കരുത്. ജസ്നാസ് സ്പൈസസ് എന്ന ചാനൽ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.